ഹലോ ഗായ്സ്, വി ആർ ബാക്ക്. നിങ്ങളാൾ മാറി വിചാരിക്കണ്ടാവും ഇന്നലെ എൻ്റെ അന്യനെ കളിച്ചിരുന്നത്, ഇന്ന് ഞാനാ കളിക്കണേ. അപ്പോൾ ഞങ്ങളങ്ങനെ മാറി മാറി കളിക്കും. അപ്പോൾ നമുക്ക് വർത്തമാനം പറയേണ്ട നേരെ വീഡിയോയിൽ കിടക്കാം. ഞാനെന്താ മരത്തിൽ കയറിക്കണമെന്ന് വിചാരിക്കണ്ടാവും. ഇത് ഞങ്ങളുടെ ഇൻട്രോയുടെ ഒരു സ്റ്റൈലാണ്. അടുത്തുള്ള ഞങ്ങൾ കമ്പത്ത് വരെ കയറും. എന്നാൽ നമുക്ക് നേരെ വീഡിയോ കിടക്കാം. നമ്മുടെ ആദ്യത്തെ പണി എന്ന് വെച്ചാൽ ഈ മരത്തിൽ ഇറങ്ങണ ആൾക്കോറ് വേണ്ട, ചാവണ്ട ആദ്യം നോക്കണം. നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇൻവെൻട്രി ഇത്തിരി അലങ്കോലായി കിടക്കണേന്ന്. ഇന്നലെ ഇത്തിരി ഓഫ്ലൈൻ ഗ്രൈൻഡിങ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻവെൻട്രി സോർട്ട് ചെയ്തായിരുന്നു. ഇത്തിരി ഏതോ ഒരു വില്ലേജറിൻ്റെ വീട്ടിൽ ചെസ്റ്റിൽ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് 3 ഗോളാണ് ഉള്ളത്. ആദ്യത്തെ ഗോൾ ഒരു ഫ്ലെക്സിംഗ് ടേബിൾ ഉണ്ടാക്കുക, രണ്ടാമത്തെ ഗോള് ഒരു വില്ലേജറിനെ ഫ്ലെക്ചറാക്കുക, മൂന്നാമത്തെ ഗോള് എംബ്രല് സമ്പാദിക്കുക. അങ്ങനെ 3 ഗോള് നമുക്ക് ഈ ഒരു വീഡിയോയുടെ ഉള്ളിൽ തീർക്കണം. ആദ്യത്തെ ആരോടെ എംബ്രൽസിനെ പിടിച്ചിരിക്കാൻ പറ്റില്ല, അത്ര കണ്ണീച്ചോരില്ലാത്തവരെ പിശുക്കന്മാരാണ് വീട്ടിങ്ങൾ. ഫ്ലെക്സിംഗ് ടേബിൾ ഉണ്ടാക്കാനായിട്ട് 2 ഫ്ലിൻറ്റും 4 പ്ലാങ്കാണ് വേണ്ടത്. ഇന്നലെ ഓഫ്ലൈൻ ഗ്രൈൻഡിങ്ങിൽ 2 ഫ്ലിൻറ്റ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടായി. ഇനിയിപ്പോൾ അത് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഒരു വില്ലേജറിൻ്റെ അടുത്തത് വച്ചാൽ മാത്രം മതി. ചിലപ്പോൾ ആവും, ചാൻസ് കുറവാണ്. ഇന്നലെ സ്റ്റോൺ ടൂൾസൊക്കെ അവൻ ഏതോ ഒരു വില്ലേജറിൻ്റെ വീട്ടിലാണ് വെച്ചിരുന്നത്. ഇപ്പോൾ അത് കാണാനില്ല. അപ്പോൾ അതിന് മുമ്പ് ഒരു സ്റ്റോൺ ആക്സും ഒരു പിക്കേഴ്സും ഉണ്ടാക്കും. എന്നിട്ട് നമുക്ക് ഫ്ലെക്സിംഗ് ടേബിൾ ഉണ്ടാക്കാം. ക്ലച്ചൊക്കെ ചെയ്യാൻ എനിക്കറിയാം കേട്ടോ, ഞാനാണ് അവനെ പഠിപ്പിച്ചെടുത്തത്. ഒരു ചേട്ടനൊന്നും നിലയ്ക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഒരു ചേട്ടൻ്റെ കടമയല്ലേ. രാത്രി ആവുന്നതിന് മുമ്പ് കിടന്നുറങ്ങണം, എനിക്ക് ഈ സോംബി ക്രീപ്പറൊക്കെ ശല്യം ചെയ്യാൻ വരും. പിന്നെ അടുത്ത രാവിലത്തെ സൂര്യൻ കാണാൻ പറ്റില്ല. രാവിലെ ആകുമ്പോൾ ആദ്യത്തെ പണി ഒരു ജോലി ഇല്ലാത്ത വില്ലേജറിനെ തിരക്കണതാണ്. അല്ലെങ്കിൽ ജോലി ഉള്ള വില്ലേജറിൻ്റെ ജോലി മോഷ്ടിക്കില്ല. എന്തായാലും നമുക്കൊരു വില്ലേജറിനെ ഫ്ലെക്ചറാക്കാൻ പറ്റുക. അപ്പോൾ ആദ്യം നമുക്കൊരു ജോലി ഇല്ലാത്ത വില്ലേജറിനെ നോക്കാം. അയാളിപ്പോൾ ഫ്ലെക്ചറായില്ലെങ്കിൽ ജോലിയുള്ള വില്ലേജറിൻ്റെ ജോലി മോഷ്ടിക്കുക. അതാണ് ഇപ്പോൾ ആകെ വഴി. എൻ്റെ അമ്മ കുട്ടിപ്പിശാശ് ആകെ ഇത്രേ ആട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ ചത്താൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ സൂര്യൻ കാണാൻ പറ്റില്ല. എടി ഇയാൾ നമ്മളെ മറ്റേ ബ്ലാക്ക് സ്മിത്ത് അല്ലേ, ഇയാൾ ചത്ത ഇടക്കാളാ ഹായ് കുറുക്കൻ. അതുപോലെ ഒന്നാമത് ഈ ഗെയിം കൊടുക്കത്തില്ല അകടിയാ. അപ്പം അതിൻ്റെ ഇടയിൽ കൊല്ലാന്ന് വെച്ചാൽ ടഫായി. ഡ്രോപ്പ് ചെയ്തു. അപ്ഡേറ്റ് വന്നതോടെ ഇവർ മോബ്സിൻ്റെ ടെക്സ്റ്റുകൾ മാറ്റി തുടങ്ങുക. ഇനി അടുത്ത വർഷം ഇനി ചമ്മാനെ പട്ടി അരയാക്കിയേക്കാം. ഇനിയിപ്പോൾ കളിച്ചിരിച്ച് നടന്നാൽ മതി, നമുക്ക് നേരെ പണിയിൽ തുടങ്ങാം. സോ ലെറ്റ്സ് ഗോ.
അപ്പോൾ ഫ്ലെക്സിങ് ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കിനുള്ള പരിപാടി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയൊരു ജോലി ഇല്ലാത്ത വില്ലേജറിനെ തിരക്കണതാണ് നമ്മുടെ പണി. ഇവിടെ എൻഡർമാൻ ഇതിനെ കൊന്ന എൻഡർപ്പുകളൊക്കെ കിട്ടും. അതിന് മുമ്പ് കൊന്നാൽ മതിയായിരുന്നു. ഇതിൻ്റെ ഒരു ഇടിക്ക് നമ്മൾ ചാവും. അത്ര പവർഫുൾ സാധനമാണ്. ഏറ്റവും നല്ല കാര്യം ഇത് 3 അടി പൊക്കം മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്ലെയർ 2 അടി പൊക്കം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് ഒരു ട്രെയിൻ അടിയിൽ ബ്ലോക്കിൻ്റെ അടിയിൽ ഒളിച്ചിരുന്നാൽ മതി. അപ്പോൾ എളുപ്പത്തേക്ക് കൊല്ലാം. പക്ഷെ അത് ടെലിപ്പോർട്ടായി എവിടെയെങ്കിലും പോയാൽ പണിയാവും. പിന്നെ അതിനെ കണ്ണീന്ന് നോക്കിയാൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാം. ഇനിയിപ്പോൾ ഇതിനെ കൊല്ലാനുള്ള പരിപാടി നോക്കാം. ദൂരെ പോയിട്ട് ഞാൻ പ്രതീക്ഷിക്കണു. ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ എൻഡർമാനെ നമ്മൾ തൊടാൻ കൂടി സഹിക്കില്ല. ഇനിയിപ്പോൾ എൻഡർമാനെ തപ്പി നടക്കേണ്ടി വരും. പോയടാ കാണാനില്ല. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ഒക്കെ തകട് പറഞ്ഞു പോയി. ഫ്ലെക്സിങ് ടേബിളോട് അച്ഛനുണ്ട്. പൈസ ഒരു വില്ലേജറും ഫ്ലെക്സറൊന്നും ആവണില്ല. ഇനിയിപ്പോൾ ജോലി ഇല്ലാത്ത വില്ലേജറെ തപ്പിടക്കണം. അല്ലെങ്കിൽ ജോലി ഉള്ള വില്ലേജറിൻ്റെ ജോലി മോഷ്ടിക്കുക. ജോലി ഇല്ലാത്ത വില്ലേജറിനെ ഇപ്പോൾ കാണാനില്ല. ഇനി ഇത്തിരി നടന്നൊക്കെ പോകേണ്ടി നോക്കേണ്ടി വരും. അവിടെയൊക്കെ നോക്കാം. കാട്ടിൻ്റെ എവിടെയെങ്കിലും കിടക്കണ്ടാവും. ഇവിടെ അടുത്തൊന്നും കാണാനില്ല. ഇനിയിപ്പോൾ ഒരു കമ്പോസ്റ്റർ തന്നെ പൊളിക്കുക. കമ്പോസ്റ്ററിൻ്റെ ആട്ടെ നമ്മുടെ ഫാർമേഴ്സിന് ജോലി കിട്ടണേ. ഇപ്പം അത് പൊളിച്ചാലേ ഫാർമേഴ്സിൻ്റെ ജോലി നമുക്ക് കളയാൻ പറ്റുക. ഇപ്പം ഏത് വില്ലേജർ ആ കമ്പോസ്റ്ററോണ്ട് ഫാർമർ അയക്കണേന്ന് ഇപ്പം അവൻ്റെ ജോലി പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ വില്ലേജറിൻ്റെ അടുത്ത് ഫ്ലെക്സിങ് ടേബിൾ എടുത്ത് വെച്ചേക്കാം. ഇവിടെ കാണുന്ന എല്ലാത്തിനും ഫാർമറാ. അപ്പം എല്ലാ ഫാർമേഴ്സിനും നമുക്ക് ജോലിയൊക്കെ കൊടുത്തേക്കാം. ഏതിലും തന്നെ ഫ്ലെക്സർ അയക്കാം. സ്പോർട്സ് സ്മിത്തും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ സ്പോർട്സ് സ്മിത്തിൻ്റെ നമ്മുടെ ജോലികൾ നേക്കാം. അതിനിപ്പോൾ നമ്മുടെ ഗ്രൈൻഡ് സ്റ്റോൺ പൊളിച്ചാൽ മാത്രം മതി. ഇനിയിപ്പോൾ ഇത് കാണുന്ന വില്ലേജറിൻ്റെ മുന്നിൽ ഇപ്പോൾ ഫ്ലെക്സിങ് ടേബിൾ വെച്ചേക്കുക. ഇപ്പോൾ ഇവനെ മുന്നേ ചാവാവോ? ആയി ഭാഗ്യം. എത്ര കഷ്ടപ്പെട്ടാന്നറിയാം ഒരുത്തർ ഫ്ലെക്സറാക്കിയ. ഫ്ലെക്സറാട്ടോ എമറൽഡ് സമ്പാദിക്കാനുള്ള എളുപ്പ വഴി. ഇതിന് 2-3 സ്റ്റാക്ക് വുഡ് മാത്രം മതി. അതുകൊണ്ട് പ്ലാങ്ക് ആക്കാം. പിന്നെ സ്റ്റിക്ക് ആക്കാം. 32 സ്റ്റിക്കിന് ഒരു എമറൽഡ് കിട്ടും. അപ്പോൾ അതാണ് ഏറ്റവും നല്ല ലാഭം. ഇതിനാണ് ബിസിനസ് എന്ന് പറയാം. ഗെയിമിംഗ് ബ്രോസ് ബിസിനസ്. ഇനി നമുക്ക് ഈ വുഡിനെ പ്ലാങ്ക് ആക്കാം. പ്ലാങ്കിനെ സ്റ്റിക്ക് ആക്കാം. ഇനി കുറേ ടൈം പിടിക്കും. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു ഇത്തിരി ടൈം. അപ്പോൾ നമ്മുടെ പണി ഇവിടെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഫ്ലെക്സർ എടുത്ത് ട്രേഡ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ ഇപ്പോൾ ഫുഡ് കുക്ക് ചെയ്യാൻ വെച്ചാൽ അത് കുക്ക് ചെയ്യുന്നുണ്ട്. ഇവനെങ്ങോട്ട് ഓർഡർ ട്രേഡ് ചെയ്യാമെങ്കിൽ ഇവനാദ്യം പിടിക്കണം. ഇപ്പം രാത്രി ഈ മോൺസ്റ്റേഴ്സ് ചലഞ്ച് ചെയ്യാൻ വരും. ഇനിയിപ്പോൾ നമ്മുടെ പണി രാവിലെ തുടങ്ങാം. അപ്പം പിന്നെ ഇപ്പം കിടന്നുറങ്ങാം. അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മുടെ മൈൻക്രാഫ്റ്റിലെ പുതിയൊരു രാവിലേക്കാണ്. ഇനിയിപ്പോൾ ഫ്ലെക്സറിനെ കണ്ടുപിടിക്കണം. ഇവിടെ അടുത്തെവിടെയെങ്കിലും ഉണ്ടാവും. സൗണ്ട് കേൾക്കുന്നുണ്ട്. ദേ കേൾക്കണു. അങ്ങനെ 16 എമറൽഡ് സമ്പാദിച്ചിട്ടുണ്ട്. ഇനി അതുകൊണ്ട് ആദ്യം ഫുഡ് വാങ്ങാൻ നമുക്ക്. ഫുഡാണ് ഫസ്റ്റ് പ്രയോറിറ്റി. എന്നിട്ടാണോ ബാക്കിയല്ല. അപ്പം നമുക്ക് ഒരു സ്റ്റാക്ക് ബ്രെഡ് എന്തായാലും എടുത്തേക്കാം. ഇനിയിപ്പോൾ 8 എമറൽഡ് എന്തായാലും ബാക്കിയുള്ളൂ. ഇനി അതുകൊണ്ട് വല്ല സാധനങ്ങൾ വാങ്ങാൻ പറ്റുമെങ്കിൽ നോക്കാം. ഈ മൈൻക്രാഫ്റ്റിൽ എടുത്ത കറൻസിയാണ് എമറൽഡ്. അതുകൊണ്ടാണ് നമുക്ക് ട്രേഡും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ബ്ലാക്ക് സ്മിത്തിനെ കണ്ടുപിടിച്ചാൽ ആർമറിൻ്റെ ഇത് വാങ്ങിച്ചേക്കാം. ഇവിടുന്ന് അതിൻ്റെ വെള്ളി കയറിയിരിക്കണേ ഞങ്ങളുടെ 2 രൂപ കോപ്പി ചെയ്യാം. കളൻ ഇവനപ്പോൾ കളൻ ആദ്യമായിട്ട് കണ്ടേ. ഇവനാദ്യം നിലത്തിറക്കണം. എന്നിട്ടാണോ ബാക്കിയെല്ലാം കാര്യം. ഇവൻ ബ്ലാക്ക് സ്മിത്ത് അല്ലേ? ഇവനത് നിലത്തിറക്കട്ടെ. അയ്യേ ഇവൻ പാൻ്റാണ് നിൽക്കണത്. ഇതിപ്പോൾ ജോലി ചെയ്യാത്ത വേറെ ഇല്ല. ഇവിടെ ജോലി കൊടുത്താലോ? ഇവിടെ ജോലി വേണ്ട. പക്ഷേ ഫ്ലെക്സർ അവിടെ. ഫ്ലെക്സർ ഇപ്പോൾ അപ്ഗ്രേഡ് ആയിട്ടുണ്ടാവും. അതെ ഇവനാദ്യം നിൽക്കണില്ല. ഓടിക്കൊണ്ടിരിക്കും. 57 സ്റ്റിക്സാ. കഴിഞ്ഞ 32 ആയിരുന്നു. 2 എമറൽഡ് എന്തായാലും എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഡീഫോറസ്റ്റ് പണി പിന്നെ തുടങ്ങാം. അതിന് മുമ്പ് ഒരു
സ്റ്റോൺ ആക്സ് പണിയാം. എന്നാൽ പിന്നെ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഡീഫോറസ്റ്റ് പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ട്രേഡ് പിന്നെയും ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ ജോബ് തിരികെ എടുത്തിട്ട് പിന്നെ ജോബ് വെച്ചാൽ ചിലപ്പോൾ ഈ സ്റ്റിക്സ് കുറയ്ക്കായിരിക്കും. മിക്കവാറും അതായിരിക്കും സംഭവം. അങ്ങനെ കുറച്ചാൽ നന്നായിരുന്നു. ഇനിയിപ്പോൾ നേരത്തെ ജോലി കൊടുത്ത ഫ്ലച്ചറിനെ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഇനിയിപ്പോൾ അതിനെ തപ്പി നടക്കേണ്ടി വരും. ട്രേഡർ ഉണ്ട്, ട്രേഡറിലാകും അതേ ഇരിക്കുന്നു നമ്മുടെ പുള്ളിക്കാരൻ. ഭാഗ്യം 32 സ്റ്റിക്സ് ഉള്ളൂ. ഇനി എമറല് മറ്റേ കാശാണ് കാശ്. അങ്ങനെ 19 എമറലിനോട് നമ്മൾ കോടീശ്വരനായി. ബണ്ടിലിൽ ഇപ്പം 27 എമറല് കിടക്കാ. ഷോ കാശാറിന് വെച്ചല്ലേ അംബാനിയുടെ ഫീല്. ഇനിയിപ്പോൾ ഈ വില്ലേജസിന് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. എന്നാലും ഇനി ബാക്കി നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുക. അല്ലെങ്കിൽ പിന്നെ സ്റ്റിക്ക് കൊണ്ട് തന്നെ ജോലി ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ പണി കഴിഞ്ഞു. ഇപ്പം രാത്രി ആവാറായി. കിടന്നുറങ്ങാം. അല്ലെങ്കിൽ പിന്നെ സോമിസും ക്രീപ്പറൊക്കെ വരും. എന്നാൽ ഗായ്സ് നമ്മുടെ വീഡിയോ ഇത്രയും വരെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങളെ സപ്പോർട്ടും ചെയ്യുക. ബാക്കി എല്ലാവർക്കും ഷെയർ ചെയ്യുക. എന്നാൽ ശരി, ബൈ.